സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷൻ നൽകിയിരിക്കുന്ന വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ എന്നെയോ എൻ്റെ ഇലക്ഷൻ ഏജൻറ്റിനെയോ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരാളും ഫോണിൽ കൂടെയോ നേരിട്ടോ ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ടെങ്കിൽ, തുറന്നു എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ നടപടി ഇലക്ഷൻ കമ്മീഷൻ തന്നെ എല്ലാ നിയമാവലികളും നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തമുള്ള സമൂഹത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ എന്നാണോ നമ്മളുടെ ഈ സ്ട്രോങ് റൂം തുറക്കേണ്ടത് അതിനു മുമ്പേ തുറക്കാൻ ഞാനടക്കമുള്ള സ്ഥാനാർത്ഥികൾ അറിയാതെ തുറന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ സമൂഹത്തിന് നിരക്കുന്ന കാര്യമേ അല്ല. ഈ നടപടിക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാതെ അതിനെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇത് ഭരണാധികാരി അറിയിച്ചിട്ടില്ല. ഒരാളും നമ്മളെ, ഒരു ഭരണാധികാരിയും നമ്മളെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെയോ എൻ്റെ ഏജൻ്റായിട്ടുള്ള സുനിൽകുമാറിനെയോ അറിയിച്ചിട്ടില്ല. ഇത് പരാതി കൊടുത്തതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായ ഒരു നടപടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും കമ്മീഷനെതിരായിട്ടുണ്ടാകും. ഇത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ഈ കാര്യം പ്രധാനമായിട്ടും അറിയുന്നത്. രേഖാമൂലം നമ്മൾ ഈ കാര്യം അറിയിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ ഒരു സംഗതി നടന്നു എന്നറിയുന്നത് തന്നെ പത്രമാധ്യമങ്ങൾ വഴിയാണ്. ഇല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ അതുവരെയുള്ള എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കമ്മീഷൻ ഓഫീസ് അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നമ്മളെ വിളിച്ചറിയിച്ചുകൊണ്ടിരുന്ന കമ്മീഷൻ വ്യവസ്ഥ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ റൂം തുറക്കുന്ന കാര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ടായിട്ടില്ല. മറ്റുള്ള പലരെയും അറിയിച്ചു എന്ന് പറയുന്നു. എന്നാൽ CPIML റെഡ് സ്റ്റാറിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ ഈ വിഷയം അറിയിച്ചിട്ടില്ല. അവരെ ഈ ഉദ്യോഗസ്ഥ എന്താണ് അവരുടെ ഉത്തരവാദിത്തം അവരെ പുറത്താക്കുകയാണ് വേണ്ടത്. ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ട ഇവരെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖരായിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഉത്തരവാദിത്വം ഈ സ്ട്രോങ് റൂമിനകത്തിരിക്കുമ്പോൾ അതിനെ മുകളിൽ നടത്തിയിട്ടുള്ള കൃത്യനിർവഹണ അങ്ങേറ്റം നിരുത്തരവാദപരമായ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ പുറത്താക്കണം. അവർ ആ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല എന്നുള്ളതാണ്. പുറത്താക്കുന്ന നടപടികളിലേക്ക് കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് ശക്തമായ പ്രക്ഷോഭണങ്ങൾ CPIM റെസ്റ്റാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ ഇത് ഇന്ത്യയിൽ മുഴുവനും കമ്മീഷൻ്റെ ഒരു നടപടിക്രമം ഇങ്ങനെയാണെന്നുള്ളൊരു പരാതി ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. കമ്മീഷൻ്റെ നിരുത്തരവാദപരമായ സമീപനങ്ങളെ സംബന്ധിച്ച് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന നിരുത്തരവാദപരമായ സമീപനങ്ങളെ സംബന്ധിച്ച ഒരു വിമർശനം ഇന്ത്യയിൽ ഉടനീളം ഉണ്ടാകും. കേരളത്തിലും അത് ഈ തവണ എന്തുകൊണ്ട് പേരാമ്പ്രയിൽ മാത്രം അത് ഉണ്ടാകുന്നു എന്നുള്ളതൊരു ഗുരുതരമായ പ്രശ്നമാണ്. കേരളത്തിലെ മറ്റൊരു മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂമുകൾ ഒരു ആവശ്യത്തിനും തുറക്കേണ്ടതായിട്ട് ഉണ്ടാകുന്നില്ല. പേരാമ്പ്രയിൽ മാത്രം എന്തുകൊണ്ട് ഇത് തുറക്കേണ്ടി വരുന്നു എന്നുള്ള പ്രശ്നം പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് വളരെ സുപ്രധാനമായും പത്രമാധ്യമങ്ങളും അത് ഉത്തരവാദപ്പെട്ട ആളുകളും മുന്നോട്ട് കൊണ്ടുവരികയും വളരെ സൂക്ഷ്മവും ശക്തവുമായിട്ടുള്ള പരിശോധന നടത്തി നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് CPIM റെഡ് സ്റ്റാറിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.